കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒന്ന് മഷ് പെല്ലറ്റ്. പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൃഷി വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ആർക്കും വീട്ടിനകത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പെല്ലറ്റ് നമുക്ക് ചാക്കിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പെല്ലറ്റ് അളന്നെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു വെയിറ്റ് നോക്കുന്ന മെഷീൻ ആവശ്യമാണ്. ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങിക്കാൻ 200 രൂപയ്ക്ക് താഴെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കണം. എന്നിട്ട് ഇതിൽ അളന്നിട്ടാണ് മഷ് പെല്ലറ്റ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് PP കവർ. നമുക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് കവറാണിത്. ചൂടുവെള്ളം ഒഴിച്ചാലൊന്നും ഉരുകി പോകാത്ത ടൈപ്പ് കവറാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഈ ഒരു മെഷീനിൽ 0 ആക്കിയതിന് ശേഷം ഈ കവറിലേക്ക് മഷ് പെല്ലറ്റ് നിറച്ച് കറക്റ്റ് 1 കിലോ അളന്നെടുക്കണം. ഈ കവറിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ഇനി തൊടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കൈയും നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഡെറ്റോൾ നേർപ്പിച്ച് കൈ കഴുകി വൃത്തിയാക്കുകയും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്താൽ മതിയാവും. ഡെറ്റോൾ ഈ മഷ് പെല്ലറ്റിനകത്തോ അല്ലെങ്കിൽ ഈ കവറിനകത്തോ ഒന്നും വീഴാതെ സൂക്ഷിക്കണം. അപ്പോൾ ദാ ഇതുപോലെ നമ്മളൊന്ന് അളന്നെടുക്കുക. കറക്റ്റ് 1 കിലോ എടുത്ത് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വേണം. ഒഴിക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം. 100 ഡിഗ്രി സെൽഷ്യസിൽ വെട്ടി തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ ഒരെണ്ണം മാത്രം ചെയ്യുന്നത് കൊണ്ട് 1.5 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കപ്പിനകത്തോ പാത്രത്തിനകത്തോ വെള്ളം കോരി ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതിയാവും. കയ്യിലോ ദേഹത്തോ വീണ് പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി ചൂട് പുറത്തു പോകാതിരിക്കാൻ കവറിൻ്റെ അറ്റം മടക്കി ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതിന് മാറ്റി വെക്കാം. ഇതിന് നാളെ മാത്രമേ ഇതിലേക്ക് വിത്തിടാൻ പറ്റുള്ളൂ. കാരണം നന്നായി ചൂട് മാറണം. അപ്പോൾ നമ്മളിങ്ങനെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളൊരു, ഇന്നലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടുള്ളൊരു കവറാണിത്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഇനി നമ്മൾ കൈ ഉള്ളിലേക്കിടാതെ പുറത്ത് നിന്ന് ഈ കവർ അമർത്തി പൊടിച്ച് നല്ല പൊടി പരുവത്തിലാക്കി എടുക്കണം. ഇതിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പുട്ടുപൊടി മാതിരി നന്നായിട്ടിരിക്കണം. കുഴഞ്ഞു പോയി വെള്ളം കൂടിപ്പോകാനൊന്നും പാടില്ല. 1.5 ലിറ്റർ കൃത്യമായിട്ടാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചതെങ്കിൽ ഇത് നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കും. ഇതിനി നമുക്ക് ഈ കവറിൻ്റെ പുറത്ത് വെച്ച് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇതിൽ പുറത്തേക്ക് മറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. എങ്കിലും നമുക്കിത് കവറിനകത്തേക്ക് കൈ തൊടാതെ ഇങ്ങനെ ഇളക്കി പൊടിച്ച് നല്ല പരുവത്തിൽ എടുക്കണം. കവർ പൊട്ടിപ്പോകാതെ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ വിത്ത് എല്ലായിടത്തും എത്തുകയും നമ്മൾ ഇടുന്ന സ്പോണിൻ്റെ മൈസീലിയം നന്നായിട്ട് വളരുകയും ചെയ്യുകയുള്ളൂ. നമുക്ക് കിട്ടുന്ന വിത്തുകൾ 2 തരത്തിലാണ് കിട്ടുക. ഒന്ന് ചോളത്തിൻ്റെ വിത്തിനകത്ത് പിടിപ്പിച്ചെടുത്ത സ്പോണും പിന്നെ അതുപോലെ തന്നെ നെല്ലിൻ്റെ വിത്തിനകത്ത് പിടിപ്പിച്ചെടുത്ത സ്പോണുമാണ് കിട്ടുക. ഇത് ചോളത്തിനകത്ത് ഉരുണ്ടിരിക്കുന്നത് ചോളത്തിനകത്ത് പിടിപ്പിച്ച കൂൺ വിത്തുകളാണ്. കൂൺ വിത്തുകൾക്ക് പറയുന്ന പേരാണ് സ്പോൺ. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ പൊട്ടിക്കുമ്പോഴും നമ്മുടെ കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിരിക്കണം. നമ്മൾ ഈ വിത്തിൻ്റെ അകത്തേക്ക് തൊടാൻ പാടില്ല. അകത്ത് തൊട്ട് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കേട് വരാനും കണ്ടാമിനേഷൻ വരാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ നമ്മൾ ഈ കവറിൻ്റെ പുറത്ത് മാത്രം തൊടുന്നത് കൊണ്ട് ഇതിനകത്ത് യാതൊരുവിധ കേടും വരാനുള്ള ചാൻസ് ഇല്ല. 90% കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കവറിൻ്റെ പുറം വശത്ത് വെച്ച് തന്നെ കവർ പൊട്ടാത്ത രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇടുമ്പോഴും മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമില്ല. പകുതി മാത്രമേ ഒരു കവറിനകത്ത് ഇടേണ്ടതുള്ളൂ. ഒരു പാക്കിനകത്ത് 300 ഗ്രാമോളം വിത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 ബെഡ് നിറയ്ക്കാനുള്ള വിത്തുണ്ട്. ഒരു ബെഡിനകത്തേക്ക് 150 ഗ്രാം വിത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതി കണക്കാക്കി നമുക്കിതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കവറിൻ്റെ സൈഡ് പ്രസ് ചെയ്ത് കവറൊന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്കൊക്കെ വിത്തുകൾ എത്തിക്കോളും. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കൈ തൊടാതിരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ മുറിവിനൊക്കെ ഒട്ടിക്കുന്ന മൈക്രോപോർ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വൈക്കോലിലൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എയർ സർക്കുലേഷൻ, വായുസഞ്ചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല സേഫ്റ്റി പിൻ ഉപയോഗിച്ച്, അതും ഡെറ്റോളിൽ മുക്കി സാനിറ്റൈസ് ചെയ്ത സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചുറ്റിലും കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ മഷ്റൂമിൻ്റെ മൈസീലിയം നല്ല രീതിയിൽ വളരുകയുള്ളൂ. വെറും 5 മിനിറ്റിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. ഇതിന് ശേഷം നമ്മളിതിനെ നല്ല സ്ഥലത്ത്, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം. അതും ഒട്ടും വെളിച്ചമില്ലാത്ത ഇരുട്ടത്ത് വെക്കുന്നതാണ് മൈസീലിയത്തിൻ്റെ വളർച്ച പെട്ടെന്നാകുന്നതിന് നല്ലത്.
ഇതിനെ അല്പം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലും നമുക്ക് കൂൺ കിട്ടും. പക്ഷെ നിങ്ങൾ മാക്സിമം അലമാരക്കകത്തോ കട്ടിലിനടിയിലോ ഒക്കെ ആയിട്ട് വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കും. ഈ ഒരു സ്പോണ് ഉപയോഗശൂന്യമായിട്ടുള്ള സ്പോണാണ്. ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ നല്ല പോലെ ബ്രൗൺ കളറിൽ കണ്ടാമിനേഷൻ വന്നിട്ടുള്ള സ്പോണുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മളുടെ ബെഡിനകത്തും ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ ആ ഒരു ബെഡിനെ നമ്മൾ നമ്മുടെ കൂൺമുറിയിൽ നിന്നും മാറ്റി വെക്കണം. കൂൺ ബെഡ് നമ്മൾ സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്നും 14ാമത്തെ ദിവസം പുറത്തെടുക്കണം. നല്ല മൂർച്ചയുള്ള വൃത്തിയുള്ള ബ്ലേഡ് എടുത്ത് 5 സൈഡിലായിട്ട് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കയർ കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഏകദേശം 8 മാസം മുൻപേ ചെയ്ത ബെഡുകളാണ്. നമ്മുടെ യൂസ് ചെയ്യാത്ത ഒരു റൂമിനകത്താണ് ഇതുപോലെ കയർ കെട്ടി ഊറിക്കെട്ടി തൂക്കി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ജനലിൽ കൂടെ അധികം വെളിച്ചം വരാതിരിക്കാൻ വേണ്ടി 2 സൈഡിലെ ജനലുകളും കർട്ടനിട്ട് മറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മറ്റ് പ്രാണികൾ കയറി ഇതിനകത്ത് മുട്ടയിട്ട് ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എയർ ഹോളും നെറ്റ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളൊരു ബോട്ടിലിനകത്ത് നല്ല വെള്ളം എടുത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അധികം വെള്ളം ഒഴിച്ച് ഈ ബെഡ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലിനകത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും സ്പ്രേ ചെയ്യുക. മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ സ്പ്രേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ അന്തരീക്ഷ താപനില എപ്പോഴും നല്ല കുറവായിരിക്കണം. അതുമാത്രമല്ല ഈർപ്പമുള്ള ഒരു കാലാവസ്ഥയാണ് കൂണ് വളരാനും വിടരാനും അനുയോജ്യമായിട്ടുള്ളത്. കൂണ് വിടർന്ന് നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കണം. കൂണ് മൂക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കുറയും. വെയിറ്റ് കൂടുമെങ്കിലും ടേസ്റ്റ് കുറയും. അത് മാത്രമല്ല കളറും മാറും. വെള്ള കളറുള്ളത് മഞ്ഞ കളറിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കൂണ് വിടർന്ന് 2ാമത്തെയോ 3ാമത്തെയോ ദിവസം തന്നെ നമ്മളത് പറിച്ചെടുക്കണം. 25 ബെഡാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. 25 ബെഡിനകത്ത് നിന്നും വളരെയധികം കൂണ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഏകദേശം 6 മാസത്തോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് വിളവ് കിട്ടും. ഈ ബെഡുകൾ ചെയ്യാൻ വേണ്ടി എനിക്ക് കൃത്യമായി ചിലവായത് 1910 രൂപയാണ്. ഇൻക്ലൂഡിങ് ഇത് അയച്ച കൊറിയർ ചാർജ് അടക്കമാണ് പറഞ്ഞത്. 1910 രൂപക്കാണ് ഞാൻ ഈ ഒരു മഷ് പെല്ലറ്റ്, ഇത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കവറുകൾ, വിത്തുകൾ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി. നമുക്ക് നമ്മുടെ വീടിനകത്ത് വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ നമ്മളിതിന് മാർക്കറ്റ് കണ്ടെത്തുന്ന സ്ഥലത്ത് വെച്ചാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം നമ്മളൊരു കൂൺ കൃഷി ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് കൂണ് വിൽപ്പന നടത്താൻ ആവശ്യമായിട്ട് ലൈസൻസ് എടുത്തിരിക്കണം. 200 രൂപ അടച്ച് നമുക്ക് അക്ഷയയിൽ നിന്നും അതെടുക്കാൻ പറ്റുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂണ് വിൽപ്പന നടത്താൻ പറ്റുകയുള്ളൂ. കിട്ടുന്ന ലൈസൻസ് നമ്പർ, നമ്മുടെ ബിസിനസ്സിൻ്റെ പേര്, എക്സ്പയറി ഡേറ്റ് ഒക്കെ വെച്ച് നമ്മളൊരു സ്റ്റിക്കർ അടിക്കണം. ഇത് കവറിന് പുറത്തൊട്ടിച്ചിട്ടാണ് നമ്മൾ മഷ്റൂം പാക്ക് ചെയ്ത് വിൽക്കുന്നത്. മഷ്റൂം വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള കടകളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം.